അശ്വതി ഐവറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. ട്രാൻസ്പോർട്ടേഷന് ഓരോ ബോക്സിനും വരുന്നത് 300 രൂപ വെച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബേഡ്സിൻ്റെ വിരയിളക്കുന്നതിനെക്കുറിച്ചുള്ള ആവശ്യകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെഡിസിൻ ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരയിളക്കുന്നതിന് ബേഡ്സിന് കൊടുക്കുന്ന മെഡിസിനാണ് ആൽബിമോർ മെഡിസിൻ. ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ബേഡ് ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ മെഡിസിൻ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഹെൽത്ത് കുറഞ്ഞ ബേഡ്സിന് ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. മഴ സമയങ്ങളിൽ ഈ ബേഡ്സിന് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബേഡ്സിൻ്റെ ബ്രീഡിങ് കഴിഞ്ഞ് 2 മാസം റെസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ മാത്രമേ ഈ മെഡിസിൻ ബേഡ്സിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ബേഡ് വീക്കായി ബേഡിൻ്റെ ഹെൽത്ത് കുറഞ്ഞ് ബേഡ് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ബേഡ് ബ്രീഡായി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം മാത്രമേ ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് മെയിൽ ഫീമെയിൽ ഒരു സെപ്പറേറ്റ് കേജിൽ മാറ്റിയിടുക, ബ്രീഡിംഗ് ബോക്സ് എടുത്ത് മാറ്റുക. അതിനുശേഷം കുടിക്കാനുള്ള വെള്ളത്തിൽ 2 ബേഡിന് 3-4 തുള്ളി ആൽബിമോർ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ബേഡ്സിന് അന്ന് തന്നെ ഈ മെഡിസിൻ എടുത്ത് കേജിൽ നിന്നെടുത്ത് മാറ്റുക. പിന്നെ ബേഡ്സിന് ഒരു 2 മാസം റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബേഡിൻ്റെ ഹെൽത്ത് നഷ്ടപ്പെടുന്നതാണ്. നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ആദ്യമായി സെയിലിന് വന്നിട്ടുള്ളത് കൊണൂർ ടൈപ്പായിട്ടുള്ള ഒരു ബേഡാണ്. യെല്ലോ സൈഡഡ് കൊണൂറിൻ്റെ DNA ഇല്ലാത്ത 8 മാസം പ്രായമുള്ള ഒരു മെയിൽ ബേഡാണ് സെയിലിന് വന്നിട്ടുള്ളത്. മെയിൽ കൺഫേം ആക്കിയ ഒരു ബേഡാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2000-നും 2500-നും ഇടയിൽ നിൽക്കുന്ന ഒരു ബേഡാണിത്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ബേഡാണിത്. ഇതിൻ്റെ പേരൻ്റ് മെയിൽ ബേഡ് വന്ന് പൈനാപ്പിൾ കൊണൂറും ഫീമെയിൽ ബേഡ് വന്ന് യെല്ലോ സൈഡഡ് കൊണൂറുമായിട്ടുള്ള പെയറിൻ്റെ കുഞ്ഞാണിത്. തത്തയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു ബേഡാണിത്. ബേഡ് ഒരു ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. ഈ ബേഡിൻ്റെ വില 1700 രൂപയാണ്. ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് കോക്കട്ടൈലിൻ്റെ ഒരു 10 മാസം പ്രായമുള്ള ഒരു പെയറാണ്. ഫീമെയിൽ ബേഡ് വന്ന് സിനമൺ വൈറ്റ് ഫേസും മെയിൽ ബേഡ് വന്ന് വൈറ്റ് ഫേസിലും വന്നിട്ടുള്ള ഒരു പെയറാണ്. ബേഡ്സിന് DNA ഇല്ല, നാച്ചുറലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പെയറാണിത്. 2 ബേഡ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ്. ബേഡ്സ് ഫേസ് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സുമാണിത്. ഈ ബേഡ്സിനെ കൊണ്ടുപോകുന്നവർക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പെയറാണിത്. DNA എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് DNAയും എടുത്ത് നൽകുന്നതാണ്. ഈ ബേഡിന് വരുന്ന വില 2000 രൂപയാണ്. ബേഡ്സിനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡ്സിനെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഓറഞ്ച് പീച്ച്, ഓറഞ്ച് ഒപ്പലൻ, ലൂട്ടിനോ പീച്ച് എന്നീ ബേഡുകളുടെ 4 മാസം ടു 6 മാസം പ്രായമുള്ള 6 ബേഡുകളാണ് സെയിലിനായി വന്നിട്ടുള്ളത്. ഈ ബാച്ചിൽ വരുന്നത് 3 ഓറഞ്ച് പീച്ച്, 2 ഓറഞ്ച് ഒപ്പലൈൻ, 1 ലൂട്ടിനോ പീച്ച് എന്നിവയാണ് ബേഡുകൾ. 6 ബേഡുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡുകളാണ്. പേരൻറ്റിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പേരൻറ്റിൻ്റെ വീഡിയോ അയച്ചു തരുന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ ഡിഫറൻറ്റ് ലീനേജിലുള്ള 3 പേരുകളുടെ കുഞ്ഞുങ്ങളാണ്. ഈ 6 ബേഡിനും കൂടെ വരുന്ന വില 3000 രൂപയാണ്.
ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട 2 ബേഡുകളാണ്. റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷനുള്ള 2 ബേഡുകളാണിത്. ഗ്രീൻ പീച്ച് ഫീമെയിലും ഗ്രീൻ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു പെയറാണ്. നാച്ചുറലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പെയറാണിത്. DNA എടുത്തിട്ടില്ല. ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ബേഡാണിത്. ഈ 2 ബേഡുകളും നല്ല ഹെൽത്തിന് വന്നിട്ടുള്ള ബേഡുകളാണ്. അതുപോലെ ഗ്രീൻ പൈഡും ഗ്രീൻ പീച്ചും നല്ല ക്വാളിറ്റിയും ഉള്ള ബേഡുകളാണിവ. ഇതൊരു ഓഫർ പ്രൈസിനാണ് നമുക്ക് ഈ ബേഡ് വന്നിട്ടുള്ളത്. ഈ 2 ബേഡിനും കൂടെ വരുന്ന വില 1100 രൂപയാണ്. ഈ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഈ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഗ്രീൻ ഓറഞ്ച് പീച്ചിൻ്റെ 9 മാസം പ്രായമുള്ള ഒരു പെയറാണ്. DNA എടുത്തിട്ടില്ല. ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേം ആക്കിയ ഒരു പെയറാണ്. ഈ പെയർ വെൽ നാച്ചുറലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പെയറാണിത്. ഡിഫറൻറ്റ് ലീനേജിലുള്ള പെയറാണിത്. ഈ ബേഡ്സുകൾ നല്ല ഹെൽത്തിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ഒരു പെയറാണിത്. ബേഡ്സിനെ കൊണ്ടുപോകുന്നവർക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പെയറാണിത്. ഈ ബേഡും ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത്. ഈ 2 ബേഡിനും കൂടി ആകുന്ന വില 1100 രൂപയാണ്. ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ലൂട്ടിനോ ഫിഷർ മെയിലിൻ്റെയും ആൽബിനോ ഫിഷർ സ്പ്ലിറ്റ് ഫീമെയിലിൻ്റെയും ഒരു പെയറാണ്. ഈ 2 ബേഡുകളും ഫിഷർ വെറൈറ്റിയിൽ വരുന്ന ഒരു ബേഡാണ്. ഈ ബേഡുകൾക്ക് 1 വയസ്സ് പ്രായമുണ്ട്. മെയിൽ ബേഡ് റെഡ് ഐ ആണ്. മെയിൽ ബേഡിൻ്റെ ഒരു ലെഗിന് പ്രോബ്ലമുള്ള ബേഡാണിത്. ബേഡ്സുകൾ രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ്. ലൂട്ടിനോ ഫിഷറിൻ്റെ ഹെഡ് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി. ലൂട്ടിനോ ഫിഷർ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബേഡാണിത്. ഈ ബേഡും വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിനാണ് സെയിലിന് വന്നിട്ടുള്ളത്. ഈ 2 ബേഡിനും കൂടെ വരുന്ന വില 700 രൂപയാണ്. ഈ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഗ്രീൻ ഫിഷറിൻ്റെയും യെല്ലോ ഫിഷറിൻ്റെയും ഒരു 8 മാസം പ്രായമുള്ള ഒരു ബേഡാണ് സെയിലിനായി വന്നിട്ടുള്ളത്. ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേം ആക്കിയ പെയറാണിത്. ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ്. 2 ബേഡ്സും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ബേഡാണിത്. ബേഡ്സിനെ കൊണ്ടുപോകുന്നവർക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ബേഡാണിത്. ഈ ബേഡും നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത്. ഈ 2 ബേഡിനും കൂടെ വരുന്ന വില 1100 രൂപയാണ്. ബേഡ്സിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ബേഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതിൻ്റെ ഫുഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഉള്ളവർക്ക് ഈ നമ്പരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.